ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ മാവ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഇഡ്ഡലി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉണക്കമുന്തിരിങ്ങയാണ്. ഇത് ഞാനിവിടെ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു ചെറിയ പിടി ഉണക്കമുന്തിരിങ്ങ മതി. ഏകദേശം ഒരു 20-25 എണ്ണം വരും. ഞാൻ എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിങ്ങയാണ്. പക്ഷേ ഏതായാലും കുഴപ്പമില്ല. ഒരു ഗോൾഡൻ കളറിലുള്ള മഞ്ഞ കളറിലൊക്കെ കിട്ടില്ലേ, അതായാലും കുഴപ്പമില്ല. ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. പിന്നെ ശർക്കര വേണം. ഞാനിവിടെ നേരത്തെ തന്നെ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉരുക്കിയെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തുള്ള പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചാണ് നമ്മൾ മാവ് തയ്യാറാക്കുന്നത്. അതിന് മുന്നേ മാവിൽ ചേർക്കാനുള്ള തേങ്ങാക്കൊത്തും എള്ളും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കണം. വേറെ എണ്ണയൊന്നും ഉപയോഗിക്കരുത്, കാരണം ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്തിന് കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായ എണ്ണയിലിട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നിറം ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ നമുക്ക് എള്ളും കൂടി ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളിട്ട് കൊടുക്കുക. ഈ കറുത്ത എള്ള് അതുപോലെ തേങ്ങയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇത് മതിയാവും. തേങ്ങ നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് പച്ചരിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് ചേർക്കുവാണ്. കൂടുതലുണ്ടെങ്കിൽ 2-3 തവണയായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർക്കാം. ഞാനിവിടെ 2 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പാളയംകോടൻ അല്ലെങ്കിൽ പൂവമ്പഴമാണ് ഏറ്റവും നല്ലത്. ഇനി പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ചെറിയ പഴം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് നല്ല നീളത്തിനുള്ള ഏകദേശം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റോബസ്റ്റ പഴം പോലുള്ളൊരു പഴം വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വാൾമാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആ പഴം ഉപയോഗിക്കാം. അതിൻ്റെ ഒരു 1/4 എടുത്താൽ മതി. ഒരു പഴത്തിൻ്റെ ഒരു 1/4 ഭാഗം എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 2 ചെറിയ പഴത്തിൻ്റെ അത്രയും ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഉണക്കമുന്തിരിങ്ങ ചേർക്കുമ്പോൾ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒന്ന് അരച്ച് നോക്കുക. എന്നിട്ട് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. അരച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം. കാരണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് മാവ് ലൂസായി പോകണ്ട. അപ്പോൾ മാവ് ഞാനിവിടെ നല്ല കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസാക്കണം. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി അങ്ങ് സ്മൂത്ത് ആവണ്ട, അതായത് നന്നായിട്ട് അരച്ചെടുക്കണ്ട. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ അരയ്ക്കുമ്പോൾ ചെറിയൊരു തരി ഉണ്ടാവില്ലേ, അതുപോലെ അരച്ചാൽ മതി. ഒത്തിരി തരി കിടക്കണം എന്നല്ല, തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരി ഉണ്ടാവണം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കാം. പക്ഷെ ഒരുപാട് ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവായിരിക്കണം. ഈ മാവ് നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഏകദേശം 5 മണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം പിടിക്കും. ഇതുപോലെ ഈ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 5 മണിക്കൂർ മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം പിടിച്ചിട്ട് മാവ് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ അതനുസരിച്ച് വേണം ആദ്യം നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാൻ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് കൂടി പോകരുത്, ഒരു നുള്ളേ ചേർക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം. ചെറിയ ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. നിങ്ങളിപ്പോൾ രാവിലെ മാവ് തയ്യാറാക്കി വെച്ചാൽ അതിന് ശേഷം അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമല്ലോ, ആ സമയത്ത് അതിൻ്റെ സൈഡിൽ സ്റ്റൗവിൻ്റെ സൈഡിലൊക്കെ വെച്ചിരുന്നാൽ മതി. ഒത്തിരി അടുത്തല്ല, കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് കിട്ടും. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം.
അപ്പോൾ ഞാൻ നേരത്തെ 5 മണിക്കൂർ മുന്നേ റെഡിയാക്കി വെച്ച മാവാണിത്. ഇപ്പോൾ ഈ മാവ് കണ്ടോ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ദോശമാവിൻ്റെ പരുവത്തിനാണ് കലക്കി വെച്ചത്. ഇപ്പോൾ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഞാനൊരു ഉണ്ണിയപ്പ ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടേ മാവ് ഒഴിക്കാവുള്ളൂ. ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇത് മാവ് ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലിടണം. കാരണം അല്ലെങ്കിൽ പുറമേ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആയി പോവും, ഉള്ളിൽ ആവശ്യത്തിന് വേവത്തില്ല. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഉണ്ണിയപ്പ ചട്ടി ഇല്ലാതെയും നമുക്കിത് ഉണ്ടാക്കാം. വെറുതെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് മാവ് കോരി ഒഴിക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്ന ഇത്രയും എണ്ണയിൽ തന്നെ ഉണ്ണിയപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ് ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചിടുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇത്ര എണ്ണയിൽ തന്നെ നമുക്ക് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ബാക്കിയും വരും. ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ തന്നെ നമ്മളിങ്ങനെ സ്പൂണിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡും കൂടി ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് ഒഴിച്ചും ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ഉണ്ണിയപ്പം കേട്ടോ. ഇത് കണ്ടോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. കണ്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.